ഭക്തന്മാർ കാത്തിരുന്ന ആ നിമിഷം സമാഗമമായിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തങ്കയങ്കി ചാർത്തിയിട്ടുള്ള സ്വരൂപമാണ്, ഭഗവാന്റെ രൂപമാണ്. അത് കണ്ട് തൊഴാൻ വേണ്ടി, അത് കണ്ട് സായുജ്യമടയാൻ വേണ്ടി ഒട്ടേറെ ഭക്തന്മാർ സന്നിധാനത്ത് കാത്തു നിൽക്കുകയാണ്. ഇവർക്കൊക്കെ തന്നെ ഒരു പുണ്യ നിമിഷം എന്ന് മനസ്സുകൊണ്ട് അവർ കരുതുന്ന ഒരു ആ സമയത്തേക്കാണ് പോകുന്നത്. അവിടെ നേരിട്ട് നിന്ന് ആ ദീപാരാധനയും അതുപോലെ തന്നെ തങ്കയങ്കി ചാർത്തുന്നതും ഒക്കെ തന്നെ കണ്ട ഒട്ടേറെ ആൾക്കാരുണ്ട്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗം അജികുമാർ അടക്കമുള്ള ആൾക്കാരുണ്ട്. അതിന് ശേഷമാണ് ഭക്തർക്ക് ഇനി ഒരു ദർശനം സാധ്യമാകുക. ഈ ഭക്തന്മാരെ എല്ലാവരെയും ഇനി സോപാനത്തിലേക്ക് കടത്തിവിട്ടു തുടങ്ങും. ആ സമയത്ത് ചെറിയ രീതിയിലുള്ള തിക്കും തിരക്കുകൾ ഉണ്ടാകാൻ കഴിയും. അവർക്ക് ഇത്രയും നേരം കാത്തിരുന്നതാണ് എങ്ങനെയെങ്കിലും അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയാക്കി ചാർത്തിയിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം കണ്ട് അവർക്കൊന്ന് കൈതൊഴുത് അവർക്ക് പറയാനുള്ള, ഈ വിശ്വാസികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയ്യപ്പനോട് പറഞ്ഞ് തിരിച്ചു മലയിറങ്ങുക എന്നുള്ളതാണ് ഇനി അവർ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി ചെറിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടാകും. ഇപ്പോൾ VIP കളായിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് മാറ്റും. അതിനുശേഷമായിരിക്കും ഭക്തർക്ക് ഈ ദർശനത്തിനുള്ള അവസരം ഉണ്ടാവുക. വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. കാര്യം 41 ദിവസത്തെ വ്രതം എന്ന് പറയുമ്പോൾ അത് കഠിന വ്രതം തന്നെയാണ്. പാദരക്ഷകൾ ഉപയോഗിക്കാതെ, മത്സ്യമാംസാദികൾ കഴിക്കാതെ, ലൗകിക ജീവിതത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാതെയൊക്കെ തന്നെ ഉള്ള ഒരു ജീവിതചര്യ നടത്തുക. അതായത് ഒരു യോഗി അല്ലെങ്കിൽ ഒരു ഋഷി എങ്ങനെയാണ് അതിന് സമാനമായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കണം എന്നൊക്കെയാണ് ഈ വിശ്വാസികൾ അല്ലെങ്കിൽ ഗുരുസ്വാമിമാരൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്രതം നോറ്റി വരുന്ന ആൾക്കാർ ഒക്കെ തന്നെയാണ് അവർ ഇവിടെയുള്ളത്. അവർക്കൊക്കെ ഇത്രത്തോളം ദിവസത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഈ തങ്കയങ്കി ചാർത്തിയിട്ടുള്ള അയ്യപ്പനെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന ആൾക്കാരാണ്. അവർക്ക് ആ നിമിഷം സമാഗമമായിക്കൊണ്ട് ഇരിക്കുന്നു. ഇനി അല്പസമയത്തുള്ളിൽ തന്നെ ഭക്തരെ അവിടേക്ക് കയറ്റിവിടും. ഇപ്പോൾ ശ്രീകോവിലിന് മുന്നിലെ വലിയ മണികൾ മുഴങ്ങിയപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണ മന്ത്രം മാത്രം മുഴങ്ങുന്ന ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിച്ചത്. ഏറ്റവും എടുത്തു പറയേണ്ടത് 18 മലകൾക്കും നടുവിൽ, ആ 18 മലകൾക്കും നാഥനായി കുടികൊള്ളുന്ന ദൈവമാണ് അയ്യപ്പൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവ ചടങ്ങിനാണ് ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുന്നത്. നാളെയാണ് മണ്ഡല പൂജ. നാളെ 9:45 വരെ ആയിരിക്കും അവിടെ ശ്രീകോവിലിൽ നെയ്യഭിഷേകം ഉണ്ടാകുക. അതിനുശേഷം മണ്ഡലപൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. 10:30 മുതൽ 11:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ നടക്കുന്നത്. നേരത്തെ തന്നെ ഇവിടുത്തെ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ആ ക്ഷേത്രവും അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങളും, താഴെ തിരുമുറ്റവും മേലെ തിരുമുറ്റവും ഒക്കെ തന്നെ നടപ്പന്തലടക്കമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി മണ്ഡലപൂജയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഒട്ടേറെ ഭക്തന്മാർ പല സ്ഥലങ്ങളിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ ഭക്തന്മാർ പല സ്ഥലങ്ങളിലും തമ്പടിച്ച് കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഈ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് വരുന്നതിന്റെ ഭാഗമായി പല ആൾക്കാരെയും മുകളിലേക്ക് കയറ്റിവിടാൻ സാധിക്കും എന്ന ഒരവസ്ഥയില്ല. നേരത്തെ DGP പറഞ്ഞതുപോലെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഭക്തന്മാരുടെ എണ്ണമുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഭക്തന്മാർ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്തന്മാരെ നിയന്ത്രിച്ചേ മതിയാകൂ. അങ്ങനെയുള്ള നിയന്ത്രണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എങ്കിൽ പോലും ഇനി വരുന്ന മിനിറ്റുകളിൽ, വരുന്ന മണിക്കൂറുകളിൽ തങ്കയങ്കി ചാർത്തിയ അയ്യപ്പനെ കണ്ട് വണങ്ങാൻ വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന്, ഒപ്പം തന്നെ പോലീസിന്റെയും മറ്റ് സുരക്ഷാ സേനകളുടെ ഒക്കെ തന്നെ ഭാഗത്തു നിന്ന് ഭക്തർക്ക് ഉണ്ടാകും. കാര്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇക്കാര്യങ്ങളൊക്കെ തന്നെ അവരെ കയറ്റിവിടുകയും തിരിച്ച് അവരെ പമ്പയിലേക്ക് എത്തിക്കുകയൊക്കെ തന്നെ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തിയിൽ ആറാടി നിൽക്കുന്ന ശബരിമലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർവാഭരണ വിഭൂഷിതനായി നിലകൊള്ളുന്ന അയ്യപ്പനെയാണ് കാണാൻ സാധിക്കുന്നത്. വർഷത്തിൽ 2 തവണ മാത്രമാണ് ഇത്തരത്തിൽ ഈ സർവാഭരണങ്ങൾ ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം കാണാൻ സാധിക്കുക. അത് ഒന്ന് മണ്ഡല പൂജാ സമയത്താണ്, രണ്ടാമത്തേത് മകരവിളക്ക് സമയത്താണ്. മകരവിളക്ക് ദിവസം ഇനി വരാൻ പോകുന്ന മകരവിളക്ക് എന്ന് പറയുന്നത് ജനുവരി 15-ാം തീയതിയാണ്. വൈകിട്ട് ഇതേ സമയത്ത് 6:45 തിരുഭാവരണം ചാർത്തി നിൽക്കുന്ന അയ്യപ്പനെ കാണാൻ സാധിക്കും. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ സമയത്ത് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി ഒട്ടേറെ ഭക്തന്മാർ ഇപ്പോൾ തന്നെ വ്രതമെടുത്ത് കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എല്ലാവിധ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മണ്ഡല പൂജയ്ക്ക് വേണ്ടിയുള്ള ശുചീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഭക്തിയിൽ ആറാടി നിൽക്കുന്ന ശബരിമല സന്നിധാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ഈ 18 മലകൾക്ക് മുകളിലേക്ക് ശരണവിളികളുടെ ആരവം ഉയർന്ന് കേൾക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് വരും മണിക്കൂറുകളിൽ കൂടുതൽ ഉച്ചസ്ഥായിയിലേക്ക് എത്തും. കാര്യം ഓരോ ഭക്തന്മാരും അയ്യപ്പ സോപാനത്തേക്ക്, അയ്യപ്പന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അവരുടെ അവരിൽ നിന്ന് ഉയരുന്ന ആ ശരണവിളി അങ്ങ് ദിക്കൊട്ടുമാറും കേൾക്കുന്ന തരത്തിലേക്ക് മാറുമെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
വലിയ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഭക്തിയിൽ ആറാടി നിൽക്കുന്ന ഈ ഭക്തിയുടെ പൂർണ്ണത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ശബരിമലയിലാണ്, അത് സന്നിധാനത്താണ്. ആ ഒരു അവസ്ഥയിൽ ആറാടി നിൽക്കുന്ന ഭക്തന്മാരെയും ആ ക്ഷേത്ര പരിസരത്തെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.